അപ്പോൾ KT ജലീലിൻ്റെ ഒരു നീണ്ട എഴുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു നീണ്ട എഴുത്തിലെ ഉള്ളിലുള്ള ഒരു ചെറിയ വരി മാത്രം ഞാൻ വായിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ്: അയാളുടെ ഗൗരവത്തിലുള്ള വരവും ഇരുത്തവും തുടങ്ങാം എന്ന് പറഞ്ഞുള്ള പത്രസമ്മേളനവും ജനങ്ങൾക്ക് നൽകിയ സമാധാനവും ആത്മവിശ്വാസവും ചെറുതല്ല. തങ്ങളുടെ കുടുംബം അപായത്തിൽ പെട്ടിട്ടില്ലെന്നും റിലീഫ് ക്യാമ്പുകളിൽ അവർ സുരക്ഷിതരാണെന്നും പ്രവാസികൾ അറിഞ്ഞത് കോപ്രായങ്ങളും പരിഹാസങ്ങളും അംഗവിക്ഷോഭങ്ങളും ആക്രോശങ്ങളുമില്ലാത്ത അയാളുടെ വാക്കിൽ നിന്നാണ്. ആരാണ് ഈ അയാളെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല, എങ്കിലും പറയാണ്. പിണറായി വിജയനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ KT ജലീലിൻ്റെ ഈ ഒരു എഴുത്ത്. ഫേസ്ബുക്കിലുണ്ട്, പോയൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം ആ ചോദ്യം എന്തെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഇതൊന്ന് കാണാം. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കാം. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിന്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചോദിക്കും. ഇന്ന് ഈ ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യശരങ്ങൾക്കിടയിൽ നമ്മുടെ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇന്ന് വളരെ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഹെലികോപ്റ്റർ എടുത്ത് പോയത്, അല്ലാതെ ഞാൻ എൻ്റെ അമ്മായിപ്പനെ കാണാൻ വേണ്ടി പോയതൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലെല്ലാത്ത ഇനിയിപ്പോ അവരുടെ പേര് അതിന്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. ഇതല്ല ആ ഒരു എന്റെ ഇന്ന് പോയോ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാർ വ്യാപകമായി വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവർ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ശരി, ഒരു കുഴപ്പമില്ല. അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്, ആ ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞേ. ആരാണ് നമ്മുടെ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി? നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അല്ലേ? ഇവിടേക്ക് ഒരു ഇൻവെസ്റ്റർ വന്നപ്പോൾ ആ ഇൻവെസ്റ്ററെ അവിടെ പോയിട്ട്, ഇൻവെസ്റ്റേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ പോയി കാണാൻ മാത്രം എന്ത് തരം ഇൻവെസ്റ്റേഴ്സാണ് അവർ? നമ്മുടെ മുഖ്യമന്ത്രിയേക്കാൾ വലിപ്പമുള്ള ഇൻവെസ്റ്റേഴ്സ് ആണോ? സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരില്ല. എവിടെയാണ് സാർ താങ്കൾ ഇരിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സാർ എവിടെയുള്ളത്? ഞങ്ങൾ അങ്ങോട്ട് വരാം, അല്ലേ? ഇന്ന് ബിനോയ് വിശ്വം അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്: ആരാണ് ആ ഇൻവെസ്റ്റർ? താൻ ഇരിക്കുന്ന സ്ഥലത്ത് താൻ കൽപ്പിക്കുന്ന സമയത്ത് തന്നെ വന്ന് കാണണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയോട് ആജ്ഞാപിക്കാൻ അയാൾക്ക് ധൈര്യം കൊടുത്തത് ആരാണ്? ബിനോയ് വിശ്വത്തിന്റെ എഴുത്താണ്. സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഹൈലി സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഹൈലി സീരിയസ് ആയിട്ട്. മുഖ്യമന്ത്രി ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് കൃത്യസമയത്ത് എത്തണമെന്ന് ധൈര്യം കിട്ടിയ ഏത് ഇൻവെസ്റ്ററാണത്? അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റർ ഒരു വല്ലാത്ത പുള്ളിയാവണല്ലോ, അല്ലേ? നമ്മുടെ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഫ്ലൈറ്റും എടുത്തിട്ട് ഹെലികോപ്റ്ററും എടുത്തിട്ട് പെട്ടെന്ന് പറന്നു പോടാ, അല്ലെങ്കിൽ അവര് പോടാ എന്നും പറഞ്ഞ്
അവിടെ പോയിട്ട് അവരെ മീറ്റ് ചെയ്യണമെങ്കിൽ അവരാരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത്. അവരാരാണ്? ബിനോയ് വിശ്വത്തിന്റെ ചോദ്യമാണ് കേട്ടോ. പത്രപ്പത്ത് ചോദിച്ചപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൊളാക്കുമെന്ന് പറഞ്ഞേ. ശരിയാണ്, പത്രപത്രയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനുള്ള അവകാശമൊന്നും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ ഒക്കെ സ്വകാര്യമായിട്ട് മീറ്റ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ധാർമ്മികത പുറത്ത് വേണമെങ്കിലൊക്കെ പറയാമെന്നല്ലാതെ അതിനപ്പുറത്ത് നിയമപരമായിട്ടോ ഒന്നും ഘടനാപരമായിട്ടോ കണ്ട മീറ്റിങ്ങുകളെ കുറിച്ച് മുഴുവൻ പത്രപത്രത്തോട് പറയണമെന്നൊന്നുമില്ല. പക്ഷെ അതൊരു MOUയിലേക്ക് മറ്റൊക്കെ എത്തുന്ന സമയത്ത്, ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്ന അത്തരം പരിപാടിയൊക്കെ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പത്രപത്രത്തോട് പറയണം, അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം, ജനങ്ങളോട് പറയണം. അതൊക്കെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജാണ്. ഇതിപ്പോൾ ചുമ്മാ ഒന്ന് മീറ്റ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് വലിപ്പമാണ് ആ ഇൻവെസ്റ്റേഴ്സിനുള്ളത്? ആരാണ് അവര്? അല്ലേ? എനിക്ക് കുറേ നേരമായിട്ടുള്ള സംശയമാണ്. ബിനോയ് വിശ്വൻ ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് കൂടി ഒരു ചോദ്യമായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.